ഏവർക്കും വീണ്ടും സ്വാഗതം. 301 മുതൽ 350 വരെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് നൽകുന്നത്. ചോദ്യം നമ്പർ 301. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഒരു സൊസൈറ്റിയിൽ പെർമനന്റ് ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. സൺട്രി ക്രെഡിറ്റേഴ്സ് കംസ് ഇൻ ഡേ സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തുക. ബാങ്ക് റേറ്റ് ഈസ് ആൾസോ കോൾഡ്. ബാങ്ക് റേറ്റ് എന്നാൽ ഡിസ്കൗണ്ട് റേറ്റ് എന്നും പറയുന്നു. ഡേഷ് വൗച്ചർ ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഒറിജിനൽ വൗച്ചർ. ഡേഷ് വൗച്ചർ ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഒറിജിനൽ വൗച്ചർ. ഒറിജിനൽ വൗച്ചറിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ കൊളാറ്ററൽ വൗച്ചർ എന്നാണ് പറയുക. വാട്ട് എൻഷുവേഴ്സ് സേഫ്റ്റി ഓഫ് പേയ്മെന്റ് ഓഫ് എ ചെക്ക്? ക്രോസിംഗ്. ഏറ്റവും സുരക്ഷിതമായി ചെക്ക് കൈമാറാൻ ഉള്ള ഒരു മെത്തേഡാണ് ക്രോസ് ചെയ്ത് നൽകുക എന്നത്. സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് ഈസ് കോൾഡ്. ദ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് ഈസ് കോൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുക. Accounting Standard Board ASB India was established in the year. Accounting Standard Board ആരംഭിച്ചത് 1977 What is the name of statement sent by the supplier to the customer intimating the entry make in his account for the value of goods received back? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സപ്ലയർ സെൻഡ് ചെയ്യുന്നത്? സെൻഡ് ബൈ ദ സപ്ലയർ ടു ദ കസ്റ്റമർ സെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത്. അതായത് സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള സെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ് ഈസ് കോൾഡ്. ചെക്ക് എന്നാണ് പറയുക. ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. An accounting entry which is recorded on both the debit and credit side of the cash book is called. Accounting entry cash bookന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്ന എൻട്രികളെ പറയുന്ന പേരാണ് കോൺട്രാ എൻട്രി. DAG DAAG is related to which country? DAG എന്നത് ഡെൻമാർക്ക് എന്ന രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. Which among the following is an example of subsidiary book? Subsidiary bookനുള്ള എക്സാമ്പിൾസ്: എ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ജേണൽ പ്രോപ്പർ, ബിൽസ് റിസീവബിൾ ബുക്ക്, ഓൾ ഓഫ് ദി അബോവ്. ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ജേണൽ പ്രോപ്പർ, ബിൽസ് റിസീവബിൾ ബുക്ക് ഒക്കെ സബ്സിഡിയറി ബുക്കിനുള്ള എക്സാമ്പിൾസ് ആണ്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഈക്വാലിറ്റി, ഡെമോക്രസി ആൻഡ് സോളിഡാരിറ്റി ആർ നോൺ ആസ് കോഓപ്പറേറ്റീവ് വാല്യൂസ്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഈക്വാലിറ്റി, ഡെമോക്രസി ആൻഡ് സോളിഡാരിറ്റി എന്നിവയൊക്കെ കോഓപ്പറേറ്റീവ് വാല്യൂസ് ആണ്. ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടെമ്പററിലി ട്രാൻസ്ഫർഡ് ടു ഡാഷ് അക്കൗണ്ട്. ട്രയൽ ബാലൻസിൽ വരുന്ന ഡിഫറൻസ് ടെമ്പററി ആയിട്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഡിബെഞ്ചർ വിച്ച് ഫ്ലോട്ടഡ് വിത്തൗട്ട് എനി റിസർവ് ഈസ് നോൺ ആസ്. ഡിബെഞ്ചർ വിച്ച് ഫ്ലോട്ടഡ് വിത്തൗട്ട് എനി റിസർവ് നേക്കഡ് ഡിബെഞ്ചേഴ്സ് എന്നാണ് പറയുക. നേക്കഡ് ഡിബെഞ്ചേഴ്സിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ദീസ് ഡിബെഞ്ചേഴ്സ് ആർ നോട്ട് ബാക്ക്ഡ് ബൈ എനി സെക്യൂരിറ്റി. സെക്യൂരിറ്റി വെക്കാതെ ഇഷ്യൂ ചെയ്യുന്ന ഡിബെഞ്ചേഴ്സ് ആണ് നേക്കഡ് ഡിബെഞ്ചേഴ്സ്. How many sections are in Cooperative Societies Act 1904? 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ആകെ 29 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. എ കോമ്പണന്റ് ഓഫ് ദ ക്രോപ്പ് ലോൺ ഈസ്. ക്രോപ്പ് ലോൺ സ്കീമിൽ എ കോമ്പണന്റ് എന്നത് ക്യാഷ് കോമ്പണന്റ് ആണ്. ക്യാഷ് കോമ്പണന്റ്. ഇൻ ക്രോപ്പ് ലോൺ ദ കൈൻഡ് കോമ്പണന്റ് ഈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ്. ക്രോപ്പ് ലോൺ സ്കീമിലെ കൈൻഡ് കോമ്പണന്റ്
ഫിക്സ് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് ഫിനാൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഫുഡ് ഫെയേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് ദ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഓഫ് വിച്ച് കൺട്രി? ഫുഡ് ഫെയേഴ്സ് അമേരിക്കൻ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് capital reserve. On receipt of reference of a dispute, the cooperative arbitration court shall pass. On receipt of reference of a dispute, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ ഒരു ഡിസ്പ്യൂട്ടിനുള്ള റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ARC കിട്ടിക്കഴിഞ്ഞാൽ, ഹിയറിംഗ് ചെയ്തതിന് ശേഷം അവാർഡ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. The proceedings of creating Gahan is specified in dash of KCS Act. ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നത് KCS ആക്ട് റൂൾ 51A പ്രകാരമാണ്. നോമിനേഷൻ ക്യാൻ ബി ഡൺ ഇൻ താഴെ പറയുന്നതിൽ ഏത് അക്കൗണ്ടിലാണ് നോമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഓൾ ഓഫ് ദി അബോവ്. ആൻസർ ഓൾ ഓഫ് ദി അബോവ്. എല്ലാ അക്കൗണ്ടുകളിലും നോമിനേഷൻ നൽകാവുന്നതാണ്. ഡാഷ് ബാങ്ക്സ് ആർ ആൾസോ നോൺ ആസ് കോമൺ മാൻസ് ബാങ്ക്. കോമൺ മാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നത് അർബൻ ബാങ്ക്സുകളെയാണ്. മിനിമം സർവീസ് റിക്വയർഡ് ഫോർ ഗ്രാറ്റുവിറ്റി ഈസ്, ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള മിനിമം സർവീസ് വേണ്ടത് 5 വർഷമാണ്. ഡാഷ് ഈസ് നോൺ ആസ് റണ്ണിംഗ് അക്കൗണ്ട്. റണ്ണിംഗ് അക്കൗണ്ട് എന്നത് കറണ്ട് അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഈസ് റിവൈസ്ഡ് വൺസ് ഇൻ, ഒരു സംഘത്തിലെ ക്ലാസിഫിക്കേഷൻ പുനർനിർണയിക്കുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴുമാണ്. The first year depreciation in respect of computers is to be charged in a cooperative society is, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്ക് ആദ്യ വർഷത്തെ ഡിപ്രീസിയേഷൻ 34%, രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷത്തെ ഡിപ്രീസിയേഷൻ 33% പ്രകാരവുമാണ്. The president of a new committee shall be elected within dash from the date of election. ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത് 7 ദിവസത്തിനുള്ളിലാണ്. A cooperative society can give donation from, സഹകരണ സംഘങ്ങൾ ഡൊണേഷൻ നൽകുന്നത് കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നാണ്. From the date of registration, every society shall commence working within, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എല്ലാ സംഘങ്ങളും 6 മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കേണ്ടതാണ്. The arrangement of assets and liabilities in certain specific order in the balance sheet is called, certain specific orderൽ അസറ്റും ലയബിലിറ്റിയും അറേഞ്ച് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് മാർഷലിംഗ്. ക്രെഡിറ്റ് ടു നോമിനൽ അക്കൗണ്ട് മീൻസ്, നോമിനൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നാൽ ഇൻകം ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. The purchasing power parity theory, propounded by പ്രൊഫസർ ഗുസ്റ്റാവ് കാസിൽ ആണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ആൾസോ നോൺ ആസ്, ഡിപ്രീസിയേഷനിലെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിനെ പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസർഡ് ബൈ നബാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് BIRD, BIRD, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ലക്നൌവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വനിതാ ഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ, വനിതാ ഫെഡ് ആരംഭിച്ച വർഷം 2002 ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് സ്റ്റാർട്ടഡ് ഇൻ, ഓപ്പറേഷൻ ഫ്ലഡിന്റെ ആദ്യത്തെ ഫേസ് ആരംഭിച്ചത് 1970 ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, DRI സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1972 ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ PCARD, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനകത്താണ്. വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡിഫൈൻസ് ഫൈനൽ അതോറിറ്റി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഫൈനൽ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 27. 3 seats in the committee of every society shall be reserved for dash members.
സഹകരണ സംഘങ്ങളിലെ കമ്മിറ്റികളിൽ 3 സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കുന്നത് വനിതകൾക്കാണ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ മീൻസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നാൽ NRV ഈക്വൽ ടു എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് കോസ്റ്റ്. എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് ആണ് NRV. Countermanding the payment of the check means stopping the payment of a check. Countermanding എന്ന് പറഞ്ഞാൽ stopping the payment of a check. The main refinancing agency of cooperative bank is സഹകരണ ബാങ്കുകളുടെ മെയിൻ റീഫിനാൻസിംഗ് ഏജൻസി നബാർഡ് ആണ്. നബാർഡ്. The act to give a measure of protection to the depositor in bank is നിക്ഷേപങ്ങൾക്കുള്ള പരിരക്ഷ ഉറപ്പാക്കുന്ന ആക്ട് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് ആണ് 1961. The term of office of the committee of a cooperative society shall be 5 years from ഏത് തീയതി മുതലാണ് സഹകരണ സംഘങ്ങളിലെ കമ്മിറ്റികളുടെ കാലാവധി 5 വർഷം ആകുന്നത്? The date of election of the board. ഇലക്ഷൻ ഡേറ്റ് മുതലാണ് 5 വർഷത്തേക്ക്. ടോട്ടൽ ചാപ്റ്റേഴ്സ് ഇൻ KCS Act is dash and rules dash. ടോട്ടൽ ചാപ്റ്റേഴ്സ് KCS Actന്റെ ടോട്ടൽ ചാപ്റ്റേഴ്സ് ആക്ടിൽ 16ഉം റൂൾസിൽ 15ഉമാണ്. An organized collection of information of data prepared as per certain acceptable accounting norms and procedures is called. സ്വീകാര്യമായ അക്കൗണ്ടിംഗ് നോംസിലൂടെ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് ദ അക്യുമുലേറ്റഡ് ലോസസ് ഈസ്. ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് ദ അക്യുമുലേറ്റഡ് ലോസസ് ഈസ് നെറ്റ് ഓൺ ഫണ്ട്സ് എന്നാണ് പറയുക. നെറ്റ് ഓൺഡ് ഫണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ 50 ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത 50 ചോദ്യങ്ങളുമായി വീണ്ടും വരാം.